Welcome to Let Us Talk, a space for shy creators, slow starters and quiet thinkers. നമ്മുടെ മൈൻഡിൽ ഒരുപാട് ഐഡിയകൾ വരും. പക്ഷേ നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തും കഴിഞ്ഞിട്ട് അതങ്ങ് നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഐഡിയ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കും. ഇത് ചെയ്താൽ വർക്കൗട്ട് ആവുമോ, അല്ലെങ്കിൽ ഇത് ഫെയിൽ ആവുമോ, ആളുകൾ എന്താ വിചാരിക്കുക, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ നമ്മളെ മനസ്സിൽ വരും. ശരിക്കും ഈ ഓവർ തിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിർത്തിയിട്ട കാറിൽ ഇരിക്കുന്നത് പോലെയാണ്. അതായത് ഒരു നിർത്തിയിട്ട കാറിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുക, ആ ഒരു ജേണി ഫുള്ള് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുക. ഒരു മൂവ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ഇല്ലാതെ നമ്മളൊരു കാറിൽ ഇരുന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. അതുപോലെയാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ. നമുക്കൊരു ഐഡിയ ഉണ്ടാവും, പക്ഷെ നമ്മൾ അത് ഐഡിയ എങ്ങനെ എന്താ പറയുക, അതങ്ങനെ ചെയ്തെടുക്കാന്നുള്ളതിന് പകരം അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് പരാജയപ്പെട്ടാൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആവുക, അങ്ങനെ അങ്ങനെ നമ്മൾ ആലോചിച്ച് നമ്മൾ ആ ഐഡിയനെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വരികയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് സ്റ്റാർട്ട് ചെയ്താൽ എന്താ പറയുക, അതിൻ്റെ ബാക്കി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതൊരു ഡയറക്ഷനിലാക്കി എടുത്താൽ അതിന് പ്രോഗ്രസ് ഉണ്ടാവും. അങ്ങനെ അത് വളർന്ന് വളർന്ന് വരിക ചെയ്യാം. ഇതല്ലാതെ നമ്മളൊരു ഐഡിയ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഐഡിയ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കുക ഇത് ജയിക്കുമോ, അല്ലെങ്കിൽ ഈ ഇത് വർക്കൗട്ട് ആവുമോ, അങ്ങനത്തെ ഒരുപാട് ചിന്തകളായിരിക്കും നമ്മളെ മനസ്സിൽ വരിക. സോ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ മൈൻഡിൽ ഒരു ഐഡിയ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത് എന്താ പറയുക, അങ്ങനെ വളർന്ന് വളർന്ന് പ്രോഗ്രസ് ചെയ്ത് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.